മറ്റൊരു വാർത്തയിലേക്ക്. ധർമ്മസ്ഥല കേസിൽ SIT അന്വേഷണം അന്തിമ റിപ്പോർട്ട് സമർപ്പിച്ചു. ഒരു വർഷം നീണ്ട അന്വേഷണത്തിനൊടുവിൽ ബെൽത്തങ്കണ്ടി കോടതിയിലാണ് തലയോട്ടിയും അസ്ഥികളും ഉൾപ്പെടെ 7000 പേജുള്ള റിപ്പോർട്ട് സമർപ്പിച്ചത്. കേസിൽ കോടതി നിർദ്ദേശപ്രകാരമായിരുന്നു കർണാടക DGP ഉൾപ്പെടെ പ്രത്യേക അന്വേഷണ സംഘത്തെ സർക്കാർ അന്വേഷണത്തിനായി രൂപീകരിച്ചത്. കാസർഗോഡ് നിന്നും KV ബൈജു ചേരുന്നുണ്ട്. ബൈജു, ഏറെ കോളിളക്കം സൃഷ്ടിച്ച ഒരു കേസാണ്. അതിന്റെ ഇപ്പോൾ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചിരിക്കുകയാണ്. എന്താണ് വിശദാംശങ്ങൾ? തീർച്ചയായും നവമി, ഈ കേസിൽ ഏറ്റവും പ്രധാനം SIT അന്വേഷണമാണ്. ഒരു വർഷത്തോളം നീണ്ടുനിന്ന അന്വേഷണത്തിനൊടുവിലാണ് ഇപ്പോൾ ബെൽത്തങ്ങാടി കോടതിയിൽ ഇതിന്റെ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. അന്തിമ റിപ്പോർട്ട് ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്നു. നേരത്തെ ഇടക്കാല റിപ്പോർട്ടൊക്കെ സമർപ്പിച്ചിരുന്നെങ്കിലും ഇപ്പോൾ അന്തിമ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നു. ഇത് 7000-ഓളം പേജും അതുപോലെ തന്നെ 12 ഫയലുകളും അതോടൊപ്പം ഹാർഡ് ഡിസ്കുകളുണ്ട്. ഈ പല ആളുകളുടെയും മൊഴി എടുത്തിരുന്നു. ആ മുഴുവൻ ഹാർഡ് ഡിസ്ക്, അതോടൊപ്പം 255 സാക്ഷികളെ വിസ്തരിച്ചു. ഇങ്ങനെ വിശദമായൊരു റിപ്പോർട്ടാണ് ഇപ്പോൾ നൽകിയിട്ടുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനം ഈ ബംഗളഗുഡയിൽ നിന്നും ലഭിച്ച മനുഷ്യ തലയോട്ടി, അതോടൊപ്പം നിരവധി അസ്ഥികൾ. ഇത് നേരത്തെ കൊലപാതകം നടന്നതിന്റെ ലക്ഷണമുണ്ടെന്നാണ് ഫോറൻസിക് റിപ്പോർട്ടുണ്ടായിരുന്നത്. അത് അത്തരം കാര്യങ്ങളൊക്കെ ഈ കോടതിയിൽ ഈ റിപ്പോർട്ടായി സമർപ്പിച്ചിട്ടുണ്ട്. ഇനി കോടതി ഇതിൽ എന്ത് തീരുമാനമെടുക്കുന്നു, കോടതിയുടെ വിധി ഈ കാര്യത്തിൽ എന്തായിരിക്കും എന്നതാണ് ഏറ്റവും പ്രധാനം. ധർമ്മസ്ഥലയിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ഉൾപ്പെടെ ബലാത്സംഗം ചെയ്ത് കുഴിച്ചിട്ടു എന്നാണ് ഈ ഒരു വെളിപ്പെടുത്തലുണ്ടായത്. അതിനെ തുടർന്ന് നിരവധി ആളുകൾ ഇത്തരത്തിൽ കുഴിച്ചിട്ടത് കണ്ടു എന്ന് പറഞ്ഞ് പിന്നീട് വരുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഒരു വർഷം നീണ്ടുനിന്ന ആ ഒരു സംഭവത്തിൽ പരിശോധനയിൽ നിരവധി അസ്ഥികൂടങ്ങൾ ലഭിച്ചു. പൂർണ്ണ മനുഷ്യന്റെ അസ്ഥികൂടം, അതോടൊപ്പം തലയോട്ടി, അങ്ങനെ നിരവധി വസ്തുക്കളാണ് ഇതിൽ തെളിവായി ലഭിച്ചത്. ഇതിന്റെ ഫോറൻസിക് പരിശോധനാ ഫലം വളരെ നിർണായകമായിരുന്നു. ആ ഫോറൻസിക് പരിശോധന ഫലത്തിൽ ഇത് കൊലപാതകം നടന്നതിന്റെ ലക്ഷണമുണ്ടെന്നാണ് നേരത്തെ റിപ്പോർട്ട് വന്നത്. ആ റിപ്പോർട്ട് അടക്കമാണ് ഇപ്പോൾ കോടതിയിൽ സമർപ്പിച്ചത്. ഇനി ഇതിൽ ബെൽത്തങ്ങാടി കോടതി ഇനി ഈ മാസം അല്ലെങ്കിൽ അടുത്ത മാസത്തോടുകൂടി ഇതിലൊരു അന്തിമ വിധി കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാവും. ഇതിൽ പ്രധാനമായും SIT പറയുന്നത് ബംഗളഗുഡെ എന്ന് പറയുന്ന ഈ സ്ഥലം കേന്ദ്രീകരിച്ച് വിശദമായ ഒരു പരിശോധന നടത്തണം എന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ അവിടെ വിശദമായ ഒരു പരിശോധന നടത്താൻ നിലവിൽ സമർപ്പിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കോടതി നിർദ്ദേശിക്കുമോ? അതാണ് ധർമ്മസ്ഥല കേസിൽ ഏറ്റവും നിർണായകമാവുക. എന്തായാലും കൊലപാതകം നടന്നിട്ടുണ്ട്, അസ്വാഭാവികമായ മരണങ്ങൾ നടന്നിട്ടുണ്ടെന്ന് ഇതുവരെയുള്ള അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. അത് ഈ റിപ്പോർട്ടായി കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. ഇതിന് നിരവധി സാക്ഷികളും ഇത്തരത്തിൽ ഇത് കണ്ടതിന് നേരത്തെ ചിന്നയ്യ എന്ന് പറയുന്ന ആദ്യം മാസ്ക് മാനായി വരുന്നു, പിന്നീട് ചിന്നയ്യ എന്ന് പറയുന്ന ഇയാളുടെ പേര് പുറത്തു വരുന്നു. ഇയാളാണ് ഇത് പുറത്തു കൊണ്ടുവന്നതെങ്കിലും പിന്നീട് ഇയാൾ കൂറുമാറുന്ന സാഹചര്യമാണത്. സാക്ഷി പിന്നീട് പ്രതിയാകുന്ന സാഹചര്യം ഉണ്ടായി. എന്തായാലും അതിനുശേഷം നിരവധി വിട്ടലഗൌഡ ഉൾപ്പെടെ നിരവധി ആളുകൾ സാക്ഷിയായി ഇങ്ങനെ കണ്ടു എന്ന് പറയാൻ രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ തോതിൽ കോളിളക്കം സൃഷ്ടിച്ച അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെട്ട, ഒരു വർഷത്തോളമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കേസിൽ ഇനി അതിന്റെ ഭാവി എന്താണ്, മണ്ണിൽ കുഴിച്ചു മൂടപ്പെട്ട സത്യങ്ങൾ പുറത്തു വരുമോ എന്നാണ് ഇനി അറിയേണ്ടത്. അങ്ങനെ ഒരു നീക്കം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാവുമോ? വിശദമായ പരിശോധന ബംഗളഗുഡ കേന്ദ്രീകരിച്ചുണ്ടാവുമോ? ഈ ബംഗളഗുഡ എന്ന് പറയുന്ന ഒരു ശവപ്പറമ്പ് പോലെ എന്നാണ് SITയുടെ പ്രാഥമിക റിപ്പോർട്ട് നൽകുന്ന സമയത്ത് ഉണ്ടായിരുന്നത്. അങ്ങനെയാണെങ്കിൽ അവിടെ വിശദമായ ഒരു പരിശോധന നടത്തേണ്ടി വരും. അങ്ങനെ നടത്തണമെന്നൊരു ആവശ്യമാണ് SIT നേരത്തെ തന്നെ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഈ റിപ്പോർട്ടിലും SIT അത് പരാമർശിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ കോടതി നിർദ്ദേശമായിരിക്കും ഏറ്റവും പ്രധാനം. ഏതായാലും ഈ ഒരു വാർത്ത ന്യൂസ് 18 ആദ്യം പുറത്തുവിടുന്നത്. പിന്നീട് ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഇത് ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. നേത്രാവതി സ്നാനഘട്ടയ്ക്ക് ചുറ്റും 1 മുതൽ 13 വരെ പോയിന്റുകളായി തിരിച്ച് അവിടെ വിശദമായ പരിശോധന നടത്തുന്നൊക്കെ വലിയ തോതിൽ ചർച്ചയായ ഒരു സംഭവമാണ്. അവിടെ 6ാമത്തെ പോയിന്റിൽ നിന്നും മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിക്കുന്നു. പക്ഷെ മറ്റ് പലയിടങ്ങളിൽ നിന്നും ഒന്നും കിട്ടാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം 95 മുതൽ 2014 വരെ കാലയളവിലാണ് ഇങ്ങനെ കൊലപാതകങ്ങൾ നടന്നു എന്ന മൊഴിയുള്ളത്. അത്ര പഴക്കമുള്ള ഒരു സംഭവമായതുകൊണ്ട് തന്നെ പലയിടങ്ങളിലും കുഴിച്ചപ്പോൾ മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിക്കാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ബംഗളഗുഡയിൽ അങ്ങനെയല്ല. ആയിരക്കണക്കിന് അസ്ഥികളും അതോടൊപ്പം 7ഓളം
തലയോട്ടികളും മനുഷ്യന്റെ തലയോട്ടികളും ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതാണ് ഇതിൽ ഏറ്റവും നിർണായകമായത്. അതിൽ 2 തലയോട്ടി ആരുടേതാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. DNA സാമ്പിൾ ശേഖരിച്ചു വെച്ചതിൽ അത് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അത് മൈസൂറിലെയും മടിക്കേരിലെയും 2 പേരുടേതാണ്. എന്തായാലും ഈ കൂടുതൽ മൃതദേഹാവശിഷ്ടങ്ങൾ അത് ആരുടെ എന്നത് സംബന്ധിച്ചുള്ള പരിശോധനയൊക്കെ ഇനി തുടർ പരിശോധനയൊക്കെ നടക്കുമോ എന്നാണ് ഏറ്റവും പ്രധാനം. ഏതായാലും ഇത് കോടതിയിൽ ഇങ്ങനൊരു തെളിവായി വരികയും കോടതി ഇതിൽ വിശദമായ അന്വേഷണം നടത്തുമെന്ന് പറഞ്ഞതിനെ തുടർന്ന് ഇപ്പോൾ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന റിപ്പോർട്ടിൽ 7000 പേജുള്ള റിപ്പോർട്ട് അത് നിർണായകമാണ്. പ്രത്യേകിച്ച് SIT എന്തൊക്കെയാണ് കണ്ടെത്തിയിരിക്കുന്നതെന്ന് കൃത്യമായി കോടതിയെ ബോധിപ്പിക്കേണ്ടതുണ്ട്. അങ്ങനെ കോടതിയിൽ ബോധിച്ചാൽ മാത്രമായിരിക്കും ഒരു അന്വേഷണത്തിലേക്ക് കടക്കുകയുള്ളൂ. ഈ ബൈജു, ഈ വാർത്തയുടെ തുടക്കം മുതൽ തന്നെ ന്യൂസ് 18 ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നത്. ഉടനീളം എനിക്ക് തോന്നി ഈ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിൽ അടക്കം വരെ അതുവരെ ബൈജു കൃത്യമായി തന്നെ ഈ വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുണ്ട്. ബൈജുവിന്റെ ഒരു നിഗമനത്തിൽ ഈ അന്വേഷണ സംഘം കണ്ടെത്തിയ റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ പല ആവർത്തി ഈ കേസുമായി ബന്ധപ്പെട്ട പല തരത്തിലേക്ക് ഇത് പോകുന്ന സാഹചര്യമുണ്ടായി. ഇത് വ്യാജ പരാതിയാണെന്ന് വരെ എത്തിക്കുന്ന തരത്തിലേക്ക് പലരുടെയും ഇടപെടലുണ്ടായി. അപ്പോൾ ബൈജുവിന് എന്താണ് തോന്നുന്നത്? ഈ റിപ്പോർട്ടുകളെല്ലാം തന്നെ കോടതിയിലേക്ക് സമർപ്പിക്കുമ്പോൾ കോടതി ഇതിൽ ഇടപെട്ട് അവിടെ ഒരു കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം വേണം, അല്ലെങ്കിൽ ഈ സംഭവം നടന്ന സ്ഥലത്ത് എന്താണ് ഉണ്ടായതെന്ന് കണ്ടെത്തണമെന്ന ഒരു ഇടപെടൽ കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് ബൈജു പ്രതീക്ഷിക്കുന്നുണ്ടോ? തീർച്ചയായും നവമി, ഈ ഒരു 16-ാം തീയതി ഉച്ചയ്ക്ക് 2 മണിക്കുള്ള സ്പോർട്ട് ന്യൂസിലാണ് നമ്മൾ ആദ്യമായി ധർമ്മസ്ഥല എന്ന ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് കൃത്യം 1 വർഷമായിരിക്കുന്നു എന്ന് വേണം പറയാൻ. ആ ഒരു സംഭവത്തിൽ നമ്മൾ അവിടെ എത്തുമ്പോൾ അവിടെ കണ്ടത് വലിയ തോതിൽ ആയിരക്കണക്കിന് ആൾ പങ്കെടുത്ത ആക്ഷൻ കമ്മിറ്റിയുടെ യോഗമാണ്. അതായത് ധർമ്മസ്ഥലയിൽ ഇത്തരം സംഭവങ്ങൾ നടത്തിയിട്ടുണ്ട്, സൗജന്യ കേസ് ഉൾപ്പെടെ അന്വേഷിക്കണം, അത്തരം കാര്യങ്ങൾ ആവശ്യപ്പെട്ടായിരുന്നു ആളുകൾ കൂടിയിരുന്നത്. അവരുടെ പ്രതികരണം വെച്ചാണ് ആദ്യം ന്യൂസ് 18 ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. പിന്നീട് പല കുടുംബങ്ങളിലേക്കും നമ്മൾ ചെന്നു, പല ആളുകളുടെയും വേദനകൾ നമ്മൾ പങ്കുവച്ചു. അവരുടെ ഇത്തരത്തിൽ മകൾ നഷ്ടപ്പെട്ട, അച്ഛൻ നഷ്ടപ്പെട്ട കുടുംബങ്ങളെ നമ്മൾ കണ്ടു. പിന്നീട് ഇതിലൊന്നും, ഈ കേസിലൊന്നും പോലീസിന്റെ ഭാഗത്ത് നിന്നും കൃത്യമായ നടപടിയില്ല. ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിൽ കാണാതായവരെ കുറിച്ച് പോലും അന്വേഷിക്കാൻ തയ്യാറാവുന്നില്ല. മൃതദേഹങ്ങൾ ലഭിച്ചാൽ അതെല്ലാം ഏതെങ്കിലും തരത്തിൽ അതിന് ഒരു പരിശോധന പോലും നടത്താതെ, പോസ്റ്റ്മോർട്ടം പോലും നടത്താതെ അത് സംസ്കരിക്കുന്ന രീതി. അങ്ങനെ ധർമ്മസ്ഥലയിൽ ദുരൂഹത ഏറെയാണ്. പക്ഷേ ഇതിലെല്ലാം അപ്പുറം തെളിവുകളാണ് ഏറ്റവും പ്രധാനം. നമ്മൾ മനസ്സിലാക്കുന്നത് ഇതിൽ കൃത്യമായ തെളിവ് SITക്ക് ലഭിച്ചിട്ടുണ്ട്. കാരണം ഇതിൽ ഈ പ്രതിഷേധവും അല്ലെങ്കിൽ ആരോപണവുമായി ഉന്നയിച്ചവരൊന്നും ഈ കേസിൽ പ്രതികള, പ്രത്യേകിച്ച് മനാഫ് ഉൾപ്പെടെ ഇതിൽ വലിയ തോതിൽ ഇതിൽ ഇടപെടൽ നടത്തിയ ഒരാളാണ്. അങ്ങനെ അവരൊന്നും ഇതിൽ പ്രതികളല്ല. അവർ പറയുന്ന കാര്യങ്ങൾ ഇതിൽ കൃത്യമായി SIT സാക്ഷിമൊഴികളായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവരൊക്കെ സാക്ഷികളാണ്. മനാഫ് 2ാം സാക്ഷി എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ ഇവരെല്ലാം കൃത്യമായ മൊഴി രേഖപ്പെടുത്തി ഇത്രയും വലിയൊരു അന്വേഷണം, അതായത് കർണാടക DGPയുടെ നേതൃത്വത്തിൽ ഒരു അന്വേഷണം നടത്തണമെന്ന് ആക്ഷൻ കമ്മിറ്റി തന്നെയാണ് ആവശ്യപ്പെട്ടത്. അത്രത്തോളം നല്ല ട്രാക്ക് റെക്കോർഡുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം. മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ആയിരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കീഴിലുള്ള ഒരു സംഘം, 20ഓളം സംഘം പ്രത്യേകം പോലീസ് സ്റ്റേഷൻ ബെൽത്തങ്ങാടിയിൽ സ്ഥാപിച്ച് SITക്ക് വേണ്ടി ഇതിനായി ഒരു പ്രത്യേക പോലീസ് സ്റ്റേഷൻ വരെ സ്ഥാപിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ വിശദമായ ഒരു അന്വേഷണം 1 വർഷത്തോളം നീണ്ടു നിൽക്കുന്ന, 1 വർഷത്തിലധികം നീണ്ടു നിൽക്കുന്ന ഒരു അന്വേഷണത്തിനൊടുവിലാണ് ഈ റിപ്പോർട്ട് സമർപ്പിച്ചത്. റിപ്പോർട്ടിൽ കൃത്യമായി അവിടെ ഇത്തരത്തിൽ അസ്വാഭാവികമായ രീതിയിൽ കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ടെന്ന് തന്നെയാണ് പറയുന്നത്. നേരത്തെ തന്നെ പ്രാഥമികമായി സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അത്തരം വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. നമ്മൾ തന്നെ അത് റിപ്പോർട്ട് ചെയ്തതാണ്. അങ്ങനെ ഇത് ഈ ബംഗളകുട്ടെ കേന്ദ്രീകരിച്ച് വിശദമായ ഒരു പരിശോധന നടത്തണം. അത് കോടതിയുടെ ഇനി ഏത് രീതിയിലുള്ള ഇടപെടലായിരിക്കും കോടതി ഇതിൽ നടത്തുക എന്നതനുസരിച്ചായിരിക്കും അത്തരം കാര്യങ്ങൾ. അത് SIT ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബംഗളകുട്ടയിൽ നിരവധി മൃതദേഹാവശിഷ്ടങ്ങൾ ഇനിയും ഉണ്ട് എന്നാണ് SITയുടെ റിപ്പോർട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ അത് പരിശോധിക്കേണ്ടി വരും. അതോടൊപ്പം ഇപ്പോൾ കിട്ടിയ മൃതദേഹാവശിഷ്ടങ്ങൾ ആരുടേതാണെന്ന് അറിയേണ്ടി വരും. മാത്രമല്ല, ഇപ്പോൾ ഈ ഒരു സംഭവം നടന്ന് ഇപ്പോഴേക്കും 1 വർഷമാകുമ്പോഴേക്കും 72 ആളുകളാണ് SITക്ക് മുന്നിൽ പരാതിയുമായി എത്തിയത്. കാണാതായവരുണ്ട്, ഇത്തരത്തിൽ ഇവിടെ എത്തിയ ആളുകളുണ്ട്. അതോടൊപ്പം പല ദിക്കുകളിൽ നിന്നും കാണാതായി, ധർമ്മസ്ഥലയിൽ എത്തി കാണാതായി എന്നൊക്കെ പറയുന്ന ഒരുപാട് കേസുകൾ, 72 കേസുകൾ ഇപ്പോൾ SITക്ക് മുന്നിലുണ്ട്. അത്തരം കേസുകൾ ഇനി അതിന്റെ ഭാവി എന്തായിരിക്കും? അത് മുന്നോട്ട് അന്വേഷണവുമായി SIT പോകുമ്പോൾ അതെല്ലാം കോടതിയുടെ, ബെൽത്തങ്ങാടി കോടതി ഇതിൽ വിശദമായ വാദം, ഇതേ ദിവസം തന്നെ ഈ ചിന്നയ്യയുടെ വാദം കൂടി കേൾക്കുന്ന സാഹചര്യം ഇന്നലെ കൗതുകരമായിട്ടുണ്ടായിരുന്നു. SIT റിപ്പോർട്ട് സമർപ്പിക്കുന്ന അതേ ദിവസം ഇന്നലെ ഈ ഒരു ചിന്നയ്യയും കൂടി ഇതിൽ വിസ്തരിച്ചു. ചിന്നയ്യയുടെ വാദം ഇനി 29 മാറ്റിയിട്ടുണ്ട്. എന്നാലും അദ്ദേഹത്തിന്റെ വാദം പൂർണ്ണമായും കഴിഞ്ഞതിന് ശേഷം ഇതിൽ കോടതി കൃത്യമായി ഈ റിപ്പോർട്ട്
കൃത്യമായി പരിശോധിച്ചതിന് ശേഷമായിരിക്കും ഒരു നിലപാടെടുക്കുക. എന്തായാലും അവിടെ നിന്ന് ലഭിച്ച തലയോട്ടി, അതോടൊപ്പം രേഖകൾ, മൊബൈൽ ഫോൺ, 4 TB ഹാർഡ് ഡിസ്കിലാണ് മൊഴികൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്, വിവിധ ആളുകളുടെ മൊഴികൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതായത് മണിക്കൂറുകളോളമാണ് ഇതിൽ സാക്ഷി മൊഴികളായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതെല്ലാം കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. ഇനി കോടതിക്ക് ഇത് വിശദമായി പരിശോധിക്കേണ്ടി വരും. എന്തായാലും നമ്മൾ മനസ്സിലാക്കുന്നത് ബംഗളഗുഡ കേന്ദ്രീകരിച്ച ഒരു പരിശോധന ഉണ്ടാകും എന്ന് തന്നെയാണ്. കാരണം 72 പരാതികൾ ഇപ്പോൾ SITക്ക് മുന്നിലുണ്ട്. ആ 72 പരാതികളിൽ ഒരു തീരുമാനം അല്ലെങ്കിൽ ഒരു തീർപ്പ് കൽപ്പിക്കേണ്ടതുണ്ട്. വിശദാംശങ്ങൾ നൽകിയത്. ധർമ്മസ്ഥല കേസിലാണ് SIT അന്തിമ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.